എനിക്ക് കാത്തിരിക്കാൻ വയ്യ. 49 തിരുവനന്തപുരം കോർപ്പറേഷനിൽ 49 ഇനി വെറും 2 സീറ്റുകൾ കൂടി മാത്രം. 2 സീറ്റുകൾ കൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രേക്ഷകരെ കാവിക്കൊടി പാറാൻ താമര വിരിയാൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 സ്വതന്ത്രർ ഇതിനകം തന്നെ വിജയിച്ചിട്ടുണ്ട്. 49 സീറ്റുകൾ എൻ ഡി എക്ക് കിട്ടിയിട്ടുണ്ട്. 51 സീറ്റുകൾ ഉണ്ടെങ്കിൽ കേവല ഭൂരിപക്ഷമായി ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നു എൻ ഡി എ. എനിക്കൊന്ന് ഫുൾ കാർഡുകളെല്ലാം തന്നെ നമുക്ക് അതിൽ തന്നെ നിർത്താം. തലസ്ഥാനം എൻ ഡി എ പിടിക്കുന്നു എന്നുള്ളതാണ്. തലസ്ഥാനം എൽ ഡി എഫിന്റെ ചെങ്കോട്ട തകർന്ന് അവിടെ കാവിക്കോട്ടയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇനി 2 സീറ്റുകളുടെ അകലം മാത്രം എൻ ഡി എക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ. അങ്ങനെ ചരിത്രത്തിലാദ്യമായി തലസ്ഥാനം എൻ ഡി എ പിടിക്കുന്നു. കാവി അണിയുന്നു, താമര വിരിയുന്നു തലസ്ഥാനത്ത്. താമര വിരിയുന്നു തലസ്ഥാനത്ത്. ചെങ്കോട്ടകൾ തകരുന്നു. അവിടെ 49-23-18 യു ഡി എഫ് കഴിഞ്ഞ തവണത്തേക്കാൾ 8 സീറ്റുകൾ അധികം നേടി നില മെച്ചപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ തവണ കയ്യിലുണ്ടായിരുന്ന പല സീറ്റുകളും നഷ്ടപ്പെടുത്തി എൽ ഡി എഫ് 23-ലേക്ക് ചുരുങ്ങുന്നു. എൽ ഡി എഫിന്റെ കോട്ടകൾ തകർത്ത് എൻ ഡി എയുടെ പടയോട്ടം. തലസ്ഥാനം ഇനി താമര സ്ഥാനമാണ്. അങ്ങനെ തലസ്ഥാനത്ത് താമര വിരിയാൻ പോകുന്നു. താമരയുടെ വേരോട്ടമാണ് പ്രേക്ഷകർ ഇപ്പോൾ തലസ്ഥാനത്ത് കാണുന്നത്. കേരളമെമ്പാടും ബി ജെ പിയുടെ വളർച്ചയുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം അറിയുക. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായതും ബി ജെ പി അടിവേരിളക്കിക്കൊണ്ട് എൽ ഡി എഫിന്റെ കോട്ടകളിലും യു ഡി എഫിന്റെ കേന്ദ്രങ്ങളിലുമൊക്കെ ബി ജെ പി വളർന്നു പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നഷ്ടത്തിന്റെ കാരണം എൽ ഡി എഫ് നേതാക്കൾ വിശദീകരിക്കേണ്ടി വരും. ആര്യ രാജേന്ദ്രനെ അവിടെ മത്സരിപ്പിച്ചു, കഴിഞ്ഞ തവണ മത്സരിപ്പിച്ചു, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാക്കി മാറ്റി, വലിയ രീതിയിലുള്ള നേട്ടമുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും തലസ്ഥാനം ബി ജെ പി. തലസ്ഥാനത്തെ ഇനി എല്ലാ പരിപാടിയിലും ബി ജെ പിയുടെ മേയർ ഉണ്ടാകും. ആ മേയർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവരുന്നത് കാണാൻ കാത്തിരിക്കാം. തൃശ്ശൂരിൽ സാധാരണ പരിപാടിക്ക് മേയർ വരും. ബി ജെ പിയുടെ മേയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്തായി? നാളെ കെട്ട് തോറ്റു. ഒരു പേടി. ശബരിനാഥ് കൈക്കരുത്തിൽ വന്ന കോൺഗ്രസും തോറ്റു. ഭരണത്തിന്റെ ആനുകൂല്യം ഉണ്ടായിരുന്ന എൽ ഡി എഫും തോറ്റു. ഓക്കെ, അപ്പോ സുജയ, നമുക്ക് ഒളിമ്പിക്സ് കാണാൻ ഒരുമിച്ച് പോണം തിരുവനന്തപുരത്ത്. ഞാനില്ല താങ്കളുടെ കൂടെ. അതെന്താ ഒളിമ്പിക്സിൽ വരാൻ? അയ്യോ, താങ്കളുടെ കൂടെ ഒന്നും കാണാൻ ഞാൻ ഒളിമ്പിക്സ് കാണാൻ സുജയെ നമ്മൾ ക്ഷണിക്കുന്നു തിരുവനന്തപുരത്തേക്ക്. എൻ ഡി എ എത്തിയാൽ, അധികാരത്തിലെത്തിയാൽ ഒളിമ്പിക്സ് കൊണ്ടുവരും എന്നുള്ളതാണ് എൻ ഡി എ പറഞ്ഞിരുന്നത്. കോർപ്പറേഷൻ പിടിച്ചാലൊക്കെ കോർപ്പറേഷനിൽ 2 സീറ്റുകൂടെ, 2 സീറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ട വോട്ടെണ്ണൽ നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസ്ഥിരാ കേന്ദ്രം. തല വീണാൽ ബാക്കി ഉടലും വീഴും എന്നുള്ളതാണ് ബി ജെ പിയുടെ സ്ട്രാറ്റജി. തല വീണ്ടിരിക്കുന്നു, ഇനി ഉടൽ വീഴുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പലയിടങ്ങളിലും ബി ജെ പിക്ക് നിർണായകമായ വേരോട്ടമുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട്. തദ്ദേശത്തിൽ എല്ലാ മുനിസിപ്പാലിറ്റികളിലും ബി ജെ പിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് കാഞ്ഞങ്ങാട് അടക്കം വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും എൻ ഡി എ ലീഡ് ചെയ്തിരുന്നു. കൊല്ലത്ത് കോർപ്പറേഷൻ ഒരു ഘട്ടത്തിൽ 3-ാം സ്ഥാനത്തേക്ക് എൽ ഡി എഫ് പോവുകയും 2-ാം സ്ഥാനത്തേക്ക് എൻ ഡി എ വരികയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു. എൻ ഡി എ 49, എൽ ഡി എഫ് 24, യു ഡി എഫ് 18. ഒരിക്കൽ കൂടി എൻ ഡി എ 49, എൽ ഡി എഫ് 24, യു ഡി എഫ് 18.